ലോകകപ്പ് കഴിഞ്ഞാലുള്ള ഇന്ത്യയുടെ ഭാവി T20 സ്ക്വാഡ് എങ്ങനെയാവുമെന്നും AI പ്രവചനം നടത്തിയിരിക്കുകയാണ്. ഇതുപ്രകാരം ആരൊക്കെയാണ് സ്ക്വാഡിൽ കാണുകയെന്നും നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൂര്യകുമാർ യാദവിന്റെ പിൻഗാമിയായി യുവ സൂപ്പർ താരം ശുഭ്മൻ ഗിൽ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി എത്തുമെന്നാണ് AIയുടെ പ്രവചനം. നിലവിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റനും അദ്ദേഹമാണ്. രോഹിത് ശർമ്മയുടെ വിരമിക്കലോടെ ടെസ്റ്റിൽ സ്ഥിരം ക്യാപ്റ്റനായി ഗിൽ നിയമിക്കപ്പെട്ടു കഴിഞ്ഞു. വൈകാതെ മറ്റു 2 ഫോർമാറ്റുകളിലും അദ്ദേഹം തന്നെ നേതൃസ്ഥാനത്തേക്കു എത്തുമെന്നും ഉറപ്പായിരിക്കുകയാണ്. T20യിൽ ഇന്ത്യയുടെ പുതിയ വൈസ് ക്യാപ്റ്റനും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുമായി AI തിരഞ്ഞെടുത്തത് സഞ്ജു സാംസണെയാണ്. IPL രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനമുൾപ്പെടെ പല ഘടകങ്ങളും പരിഗണിച്ചാണ് സഞ്ജുവിന് വൈസ് ക്യാപ്റ്റൻസി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് AI പ്രവചിക്കുന്നത്. T20യിൽ ശുഭ്മൻ ഗില്ലിന്റെ ഓപ്പണിംഗ് പങ്കാളി യശസ്വി ജയ്സ്വാൾ തന്നെയാണ്. ഗില്ലിനെപ്പോലെ തന്നെ ദീർഘകാലം ഈ ഫോർമാറ്റിൽ കളിക്കാൻ സാധിക്കുന്ന താരമാണ് അദ്ദേഹം. ബാക്കപ്പ് ഓപ്പണർമാരായി ടീമിലെത്തിയത് യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിയാൻഷ് ആര്യയുമാണ്. വെടിക്കെട്ട് ബാറ്ററും ഓൾറൗണ്ടറും കൂടിയായ അഭിഷേക് ശർമ്മയും ടീമിന്റെ ഭാഗമാണ്. പക്ഷേ ഫേവറിറ്റ് പൊസിഷനായ ഓപ്പണിംഗ് റോൾ അദ്ദേഹത്തിന് ലഭിക്കില്ല. പകരം വൺ ഡൗൺ ആയോ 4-മനോ ആയിട്ടാവും അഭിഷേക് കളിച്ചേക്കുക. മറ്റൊരു ഇടംകയ്യൻ ബാറ്ററും ഓൾറൗണ്ടറുമായ തിലക് വർമ്മയും ഈ ടീമിന്റെ ഭാഗമാണ്. ടീമിലെ ബാക്കപ്പ് കീപ്പർ ധ്രുവ് ജുറേലാണ്. സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ലോകകപ്പിന് ശേഷവും കുറച്ചു വർഷം കൂടി ടീമിന്റെ ഭാഗമായുണ്ടാവുമെന്ന് AI പറയുന്നു. മറ്റൊരു ഓൾറൗണ്ടറായി അക്ഷർ പട്ടേലും സംഘത്തിലുണ്ട്. സ്പിൻ ബൌളിംഗ് നിരയിലുള്ളത് വരുൺ ചക്രവർത്തിയും രവി ബിഷ്ണോയിയുമാണ്. ചൈനാമാൻ സ്പിന്നറായ കുൽദീപ് യാദവിന് സ്ഥാനം ലഭിച്ചില്ല. പേസ് ബൌളിംഗിൽ ജസ്പ്രീത് ബുംറ ലോകകപ്പിന് ശേഷവും കളി തുടരുമെന്നാണ് AI പ്രവചനം. പേസ് ബൌളിംഗിൽ അദ്ദേഹത്തിന് കൂട്ടായുള്ളത് അർഷ്ദീപ് സിംഗും ഹർഷിത് റാണയുമാണ്.